ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. അന്ന് ഇടതുപക്ഷം UPA ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്ന കാലമാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയായിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായകരമായ ഏറ്റവും വലിയ ദേശീയ പദ്ധതിയായിരുന്നു. ഒരു വർഷം 100 ദിവസം ജോലി നൽകുക എന്ന ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു. അതിൻ്റെ മുഴുവൻ പണവും കേന്ദ്ര ഗവൺമെൻറ്റാണ് വഹിച്ചിരുന്നത്. കേരളത്തിൽ 20 ലക്ഷം തൊഴിലാളികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരുന്നത്. പ്രായമായ 70 വയസ്സ് കഴിഞ്ഞവരും ഈ ജോലിയിലുണ്ടായിരുന്നു കേരളത്തിൽ. കാരണം ഈ കേരളത്തിലെ ജനസംഖ്യയിൽ പ്രായമേറുന്നവരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് ദരിദ്ര കുടുംബങ്ങളിൽ അതൊരു വലിയ ആശ്വാസമായിരുന്നു. ഇപ്പോഴത്തെ നിയന്ത്രണം 60% തുക കേന്ദ്രവും 40% സംസ്ഥാനങ്ങളും വഹിക്കണം എന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടാവും, കേരളത്തിന് പ്രത്യേകിച്ച്. കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കി വരുന്ന വികസന പദ്ധതികൾക്കും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും ആവശ്യമായ പണം തികയാതിരിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് അവരുടെ വിഹിതത്തിൽ വലിയ കുറവ് വരുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സന്ദർഭത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പണവും അതിൻ്റെ ഒരു പ്രധാന വിഹിതം സംസ്ഥാനം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമായിരിക്കും. ഇത് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനുള്ള സാധ്യതയിൽ കുറവ് വരും. മാത്രമല്ല, ചില നിബന്ധനകൾ ഇതിൽ വരുന്നുണ്ട്. പൂർണ്ണമായും അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിലും കാർഷിക മേഖലയിൽ കൃഷിപ്പണിയുടെ സീസൺ സമയത്ത് അത്തരം ജോലികളിൽ ഇവരെ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത നിബന്ധനകൾ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ കൃഷിപ്പണിക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന പണിയായുധങ്ങളുടെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നുണ്ടായിരുന്നു. അത് സംസ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇതിൻ്റെ കൂലിയുടെ 40% സംസ്ഥാനങ്ങൾ വഹിക്കുക എന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ ഭാരമായി വരും. ഇത് ഇന്ത്യ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പദ്ധതി തകർക്കുന്നതിന് സമമാണ്. മഹാത്മാഗാന്ധിയുടെ പേര് ആ പദ്ധതിയുടെ പേരിൽ നിന്ന് മാറ്റുന്നു എന്നത് മാത്രമല്ല, അത് പല പേരുകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ RSS ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിലപാട് പല മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പേര് മാറ്റത്തിലും അത് നിഴലിക്കുന്നുണ്ട്. ഇത് പലരും പറഞ്ഞതുപോലെ രണ്ടാം ഗാന്ധി വധം എന്ന നിലയിൽ വിശേഷിപ്പിച്ചത് വളരെ ഉചിതമായ ഒരു പദപ്രയോഗമാണ്. ഇത് കടുത്ത പ്രതിഷേധമുണ്ടാക്കേണ്ടതാണ്. കേരളത്തിലെ MNREG വർക്കേഴ്സ് യൂണിയൻ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്താകെയുള്ള തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നാണ് CITUവിൻ്റെ അഭിപ്രായം. CITU എന്ന നിലയിൽ എല്ലാ തൊഴിലാളികളുടെയും പിന്തുണയോടുകൂടി MNREG തൊഴിൽ സംരക്ഷിക്കാൻ, അതിൻ്റെ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥകൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ ദേശവ്യാപകമായ പ്രക്ഷോഭം ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.